ശരിക്കും ഈ സഹസംവിധായകരുടെ ലൈഫ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. സ്ട്രെസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ അവരെപ്പോൾ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു യാത്രയുണ്ടല്ലോ. ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് അവർ സിനിമയെ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പിന്നെ അവർ സിനിമ ചെയ്യുന്നവരെ കുറേ യാത്രകളുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ എനിക്കറിയാം, നിങ്ങളൊക്കെ സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. കുറച്ചുകൂടി എല്ലാവരുമായിട്ടും ക്ലോസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഓരോ ജോബുകളും തിരഞ്ഞെടുക്കുന്നത്. പലപ്പോഴും സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് ആകാനായിട്ട് അവസരം കിട്ടാതെ വരുമ്പോൾ സിനിമയുടെ ഏതെങ്കിലും മേഖലകളിലൊക്കെ അവർ എൻട്രി ആവും. അങ്ങനെ പിന്നെ ആ ജീവിതം ആ മേഖലയിൽ തന്നെ അവർക്ക് തുടരേണ്ടി വരും, അവരുടെ ലൈഫിൻ്റെ സ്ട്രഗിളും മറ്റു കാര്യങ്ങളും കാരണം. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ, ഇവിടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ഏതെങ്കിലും സ്ഥലത്ത് ബാറ്റ കൊടുത്തിട്ടുണ്ടോ? ഈ സിനിമകളൊക്കെ ഉണ്ടാക്കുന്ന ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരികയാണ്. അപ്പോൾ അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് വീടുണ്ട്, അവരെന്തോ അടിമപ്പണി ചെയ്യാനായിട്ട് കൊണ്ട് നിർത്തിയേക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ചീത്ത വിളിക്കും. ആ സിനിമാ സെറ്റിലുള്ള മുഴുവൻ ആൾക്കാരും എന്തുണ്ടെങ്കിലും ചീത്ത വിളിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെയാണ്. അപ്പോൾ ഞാനും അതുപോലെ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഇമോഷണലായിട്ടൊന്നും പറയുന്നൊന്നുമല്ല, അത് നമ്മളുടെ ജോലി തന്നെയാണ്. നമ്മൾ ആ പണി എടുത്തേ പറ്റുള്ളൂ. അപ്പം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അന്നേരം മേടിക്കാൻ പൈസ എന്നും പറഞ്ഞുകൊണ്ട് അന്ന് പൈസ മേടിക്കാതിരിക്കുന്ന ആൾക്കാരാണ് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. കിട്ടും, നമ്മുടെ മുമ്പിൽ വരും സിനിമ, അന്ന് ഞാൻ നല്ല ശമ്പളം മേടിക്കും, ഞാൻ നല്ല പടം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരിപ്പോഴും വർക്ക് ചെയ്യാണ്. അപ്പോൾ ഭയങ്കര സ്ട്രഗിളാണ് അത്. പിന്നെ സംവിധായകൻ്റെ കൂടെ ആയതുകൊണ്ട് അന്നമൊന്നും മുടങ്ങത്തൊന്നുമില്ല, കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകും. അപ്പം അത്രേ ഉള്ളൂ. സിനിമ ചെയ്യാനായിട്ട് കുറച്ചുകൂടി അവരെ കംഫർട്ടബിൾ ആക്കണം. അവർക്ക് ഇവിടെ വെച്ച് വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരു ബാറ്റയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ നല്ലതായിരിക്കും. ഫെഫ്ക യൂണിയനും നമ്മുടെ സംഘടനകളും എല്ലാവരും ചേർന്ന് എന്നുവെച്ചാൽ അവരല്ലേ പിന്നീട് അവർക്കൊരു ഇച്ചിരി മനസ്സമാധാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് എഴുതും, സിനിമയൊക്കെ ചെയ്യും. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.